യുസബ്ബിഹു ലഹു ഫീഹാ, അവിടെ അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നു ബിൽ ഗുദുവി വൽ ആസ്വാൽ, രാവിലെയും വൈകുന്നേരങ്ങളിലും. രാവിലെയും വൈകുന്നേരവും എന്നല്ല, ഒന്ന് സിംഗുലറാണ്. ബിൽ ഗുദുവി രാവിലെ പ്രഭാതത്തിൽ, വൽ ആസ്വാൽ വൈകുന്നേരങ്ങളിൽ പ്രദോഷങ്ങളിൽ. ഒന്ന് മുഫ്രദാണ്, മറ്റേത് ജംആൻ. ഒന്ന് സിംഗുലറാണ്, മറ്റേത് പ്ലൂരലാണ്. 5 നേരത്തെ നിസ്കാരം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് മുഫസ്സിരീങ്ങൾ ഇവിടെ പഠിപ്പിക്കുകയാണ്. രാവിലെ എന്ന് പറഞ്ഞ ഒരു നിസ്കാരം കൊണ്ട് അല്ലാഹു തആല പഠിപ്പിക്കുന്നത് 5 നിസ്കാരങ്ങളിൽ ഒരു നിസ്കാരത്തിന് ബാക്കി 4നേക്കാളും മഹത്വം കൊടുക്കേണ്ടതാണ് എന്ന് പഠിപ്പിക്കാനാണ് ഈ ആയത്തിൽ അല്ലാഹു ബിൽ ഗുദുവി വൽ ആസ്വാൽ എന്ന് പറഞ്ഞത്. ഏതാണ് ഈ സമയങ്ങൾ? രാവിലത്തെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഏതാണ്? സ്വലാത്തു സുബ്ഹ്, സുബ്ഹി നിസ്കാരമാണ്. അതാണ് ഗുദുവ്. സൂര്യോദയത്തിന് മുമ്പുള്ള സമയമാണ് ഗുദുവ് എന്ന് പറയാം. ആസ്വാൽ എന്ന് പറഞ്ഞാൽ മദ്യം, പകലിന്റെ മദ്യം കഴിഞ്ഞാൽ ആഫ്റ്റർനൂൺ സമയങ്ങൾക്കാണ് നമ്മൾ ആസ്വാൽ എന്ന് പറയാം. ളുഹർ നിസ്കാരം എന്ന് പറഞ്ഞത് സവാലിൽ നിന്ന് തെറ്റിയതിന്റെ ശേഷം, സൂര്യൻ മധ്യത്തിൽ നിന്ന് അല്പം തെറ്റിയാൽ ളുഹറിന്റെ സമയമാവുക അല്ലേ, അപ്പോൾ തന്നെ ളുഹർ ആസ്വാലിൽപ്പെട്ട നിസ്കാരമാണ്. കാരണം മദ്യം കഴിഞ്ഞിട്ടാണ്, അതിനാണ് ആസ്വാൽ എന്ന് പറയാം. സുബ്ഹാനല്ലാഹ്. അസ്ർ ആസ്വാലിലാണ്, വൈകുന്നേരങ്ങളിലാണ്. അസീൽ, ആസ്വാൽ. മഗ്രിബ് അവിടെയാണ്, മഗ്രിബ് കഴിഞ്ഞ് തൊട്ടുടനെ വരുന്ന ഇശാ, 4 നിസ്കാരവും ളുഹറിന്റെ മധ്യത്തിന് ശേഷമാണ്. പ്രഭാതം എന്ന് പറയാൻ ഒരു നിസ്കാരമേ ഉള്ളൂ, സ്വലാത്തുൽ ഫജ്ർ. സുബഹി നിസ്കാരത്തിന്റെ മഹത്വം അറിയിക്കാനാണ് ഇങ്ങനെ ഒരു പദപ്രയോഗം അള്ളാഹുവിന്റെ വചനത്തിൽ വന്നത് എന്ന് മഹാനായ അല്ലാമ ശൻഖീത്ത് റഹ്മഹുല്ലാ അവരുടെ തഫ്സീറിൽ എടുത്ത് ആ വിഷയം ചർച്ച ചെയ്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു മഹത്വമുള്ള നിസ്കാരമാണത്. 2 നിസ്കാരമുണ്ട്. ലാ യുതീഖുഹുൽ മുനാഫിഖൂൻ, മുനാഫിഖീങ്ങൾക്ക് അതിന് സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുനാഫിഖ് എന്ന് പറഞ്ഞ ആരാണ്? കപടവിശ്വാസി, ഹിപ്പോക്രൈറ്റ്സ്. ആൾക്ക് മുസ്ലിമിനെ പോലെ കാണിച്ച് ജീവിക്കാം, പ്രത്യക്ഷത്തിൽ മുസ്ലിമാണ്, പക്ഷെ ഉള്ളിൽ എന്താണ്? കാഫിറാണ്. അങ്ങനത്തെ കാഫിറാണ് ഉള്ളുകൊണ്ട്. പക്ഷേ അയാൾക്ക് എങ്ങനെങ്കിലും മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന നിസ്കാരങ്ങളുണ്ട്, 3 കുഴപ്പമില്ല. ളുഹറും അസറും മഗ്രിബും കിട്ടും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബാക്കി 2 മുനാഫിക്കിന് നിസ്കരിക്കാൻ പറ്റൂല, അവനത് ഭയങ്കര ഭാരമാണ്. ഏതാണത്? സ്വലാത്തുൽ ഫജ്രി വ സ്വലാത്തുൽ ഇശാ. ഒന്നും സുബഹി നിസ്കാരമാണ്, മറ്റേത് ഇശാ നിസ്കാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് മഗ്രിബായ പിന്നെ ലൈറ്റുകളും സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും ഇല്ലല്ലോ. മഗ്രിബായ പിന്നെ ഉറങ്ങുകയാണ്. അപ്പോഴേക്കും മുനാഫിക്കിന് ഉറക്കിന്റെ നേരമാണ്. ഇശാ ആകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കും, പിന്നെ അവന്റെ ഉറക്കാണ്, പിന്നെ അവന് മറ്റ് ബാക്കി സുഖങ്ങൾ അന്വേഷിച്ചുള്ള ഓട്ടമാണ്. അതുകൊണ്ട് അവർക്ക് ഇശാ പ്രയാസമാണ്. സുബഹി നിസ്കാരത്തിനും അവർക്ക് കഴിയില്ല, അവർ ഉറക്കിലാണ്. ബിൽ ഗുദുവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ യഅലമിൻ നാസ്, ജനങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ സുബഹി നിസ്കാരത്തിനും ഇശാഇനും അല്ലാഹു നൽകുന്ന പ്രതിഫലം എത്രയാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ലഅതൗഹുമാ വലൗ ഹബ്വൻ, നടക്കാൻ പറ്റാത്തൊരു മനുഷ്യനാണെന്ന് വിചാരിക്കുക, ആ മനുഷ്യൻ പോലും കാലിൽ മുട്ടുകുത്തിയിട്ടോ ഞരങ്ങിയിട്ടോ പോലും ഈ നിസ്കാരങ്ങൾക്ക് എത്തുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ സല്ലൽ ഫജ്റ ഫീ ജമാഅ, ഒരു മനുഷ്യൻ സുബഹി നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ ആ മനുഷ്യൻ അല്ലാഹു തആല രാത്രി തഹജ്ജുദ് നിസ്കരിച്ചതിന്റെ കൂലി കൊടുക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ മഹത്വമേറിയ നിസ്കാരം ദിവസം ആരംഭിക്കുകയാണല്ലോ, ഒരു ദിവസം ആരംഭിക്കുകയാണ്. അത് അല്ലാഹുവിന്റെ ദിക്റിലാണ് ആരംഭിക്കുന്നത്. ഉറക്കത്തിന് എഴുന്നേൽക്കുമ്പോ പിശാചിന്റെ മുഴുവൻ കെട്ടുകളും അഴിച്ചുവിടുകയാണ്, ദിക്റ് ചൊല്ലി എഴുന്നേൽക്കുകയാണ്, വുളു എടുക്കുകയാണ്, നിസ്കരിക്കുകയാണ്. പിശാച് കെട്ടിയ 3 കെട്ടുകളും അപ്പോഴേ അഴിയുന്നുള്ളൂ. രാവിലെ മുതൽ ഇതുവരെ കെട്ടഴിയാതിരിക്കുന്ന ആളുകളുണ്ടാവും. എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ, എന്നെ മരിപ്പിച്ചില്ലേ പടച്ചോനെ, ബഅദമാ, എന്നെ ജീവിപ്പിച്ചില്ലയോ അല്ലാഹ്, നീ മരിപ്പിച്ചതിന്റെ ശേഷം. അല്ലെ, ഉറക്കൊരു മരണം നമ്മളൊന്നും അറിയുന്നില്ല. എന്തെങ്കിലും അറിയുന്നുണ്ടോ? പുറത്ത് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും എടുത്തു കൊണ്ടുപോയാൽ അറിയോ? ഉറക്കിന്റെ ആ ഒരു കാഠിന്യത്തിലാണെങ്കിൽ
പുറത്ത് എന്തെങ്കിലും ഉണ്ടോ അറിയോ? ഒന്നും അറിയുന്നില്ല. ബഅദമ അമാതന, എനിക്ക് ജീവൻ നൽകിയില്ലേ പടച്ചവനെ, ഞാൻ മരിച്ചു കിടക്കുകയായിരുന്നു, എന്നെ ജീവിപ്പിച്ചില്ലേ. വഇലൈഹിൻ നുശൂർ, നിന്നിലേക്ക് ഒരിക്കൽ ഞങ്ങൾ എല്ലാവരും മടങ്ങി വരിക തന്നെ ചെയ്യും പടച്ചവനെ. അതിന്റെ ഒരു ട്രയൽ ഓരോ ദിവസവും നീ ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. അതാണ്, എല്ലാ ദിവസവും നമ്മൾ മരിക്കുന്നുണ്ട്, എല്ലാ ദിവസവും നമ്മൾ എഴുന്നേൽക്കുന്നുണ്ട്. നമ്മുടെ ഉറക്കും ഉണർച്ചയും അതാണ് നമ്മെ പഠിപ്പിക്കേണ്ടത്. നമ്മൾ മരിക്കുകയാണ്, ശരിക്കും മരിക്കാൻ തന്നെ ഉറപ്പിക്കണം. കടന്നുറങ്ങുന്ന മനുഷ്യൻ എഴുന്നേൽക്കുന്നു വല്ല ഗ്യാരണ്ടി ഉണ്ടോ? എത്ര ആളുകളാണ് വഹും നായിമൂൻ, ഉറങ്ങുന്ന സമയം അല്ലാഹു തആല മരിപ്പിക്കുന്ന ആളുകളുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉറങ്ങുന്ന നേരത്തെ അവർ മരിക്കുകയാണ്, ഉറക്കത്തിൽ മരിക്കുന്നു. സൈലന്റ് അറ്റാക്കുകൾ അല്ലേ? മനുഷ്യന്റെ ഖൽബ് അങ്ങനെയാണ്. ഹൃദയം അത്ഭുതപരമായ അള്ളാഹുവിന്റെ സംവിധാനമാണ്. അതിന് തകരാറുണ്ടെങ്കിൽ പോലും പുറത്തേക്ക് അതിന്റെ സിംറ്റംസ് കാണാൻ പറ്റൂല എന്നാ. ഹൃദയം മുഴുവൻ ബ്ലോക്കുള്ള ഒരു ഹൃദയമാണെങ്കിലും ഡോക്ടർമാർ ഡയഗ്നോസ് ചെയ്യുമ്പോഴേ, പ്രത്യേകിച്ച് കാര്യമായൊരു പ്രശ്നം വരുമ്പോഴേ അറിയുള്ളൂ. എത്രയോ മുമ്പ് തുടങ്ങിയിട്ടുണ്ടാകും ബ്ലോക്ക്, പക്ഷെ അറിയാൻ പറ്റില്ല. ഹൃദയം എന്നാലും വർക്ക് ചെയ്യുന്നതാണ്. തകരാറുണ്ടെങ്കിലും പുറത്തറിയിക്കാതെ വർക്ക് ചെയ്യുന്ന ആയുധമാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ഖൽബ് എന്ന് പറയുന്നത്. അപ്പോ എന്താണ് അതിന്റെ അവസ്ഥയൊക്കെ അള്ളാഹുവിനെ അറിയുള്ളൂ. യാ അള്ളാഹ്. അപ്പോ ഉറങ്ങുന്ന മനുഷ്യനിൽ പിശാച് 3 കെട്ടിട്ട് കൊടുക്കുന്നു. ആ കെട്ടഴിയണമെങ്കിൽ ഒന്ന് ദിക്റില്ല, അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലി എഴുന്നേൽക്കണം. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോ രാവിലെ ആദ്യമായി നാവിൽ നിന്ന് വരുന്നത് ബിൽ ഗുദുവി, ആ പ്രഭാത നേരത്തും നമ്മൾ തസ്ബീഹ് ചൊല്ലിയിട്ട് എഴുന്നേൽക്കുക അല്ലേ? അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. എല്ലാവരും പറഞ്ഞു നോക്കിയാൽ അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ഇതൊന്നും പറയാൻ കിട്ടൂല എന്ന് വിചാരിക്കുക. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സ്തുതി പടച്ചോനെ, ഞാൻ എഴുന്നേറ്റല്ലോ, അൽഹംദുലില്ലാഹ്. പിന്നെ വുളു എടുക്കുകയാണ്. വുളു എടുക്കുമ്പോഴേക്കും 2ാമത്തെ കെട്ടുമഴിഞ്ഞു. നിസ്കരിക്കാൻ സ്വലാത്തുൽ ഫജ്ർ കൂടെ കഴിഞ്ഞാൽ 3ാമത്തെ കെട്ടുമഴിഞ്ഞു. ഒരു മനുഷ്യൻ ഫീ ദിമ്മത്തില്ലാ, മൻ സ്വല്ലൽ ഫജ്റ ഫഹുവ ഫീ ദിമ്മത്തില്ലാ ഫലാ തത്ലുബു അല്ലാഹ മിൻ ദിമ്മതിഹി ശൈഅ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമഅനൽ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്, ഒരാൾ അല്ലാഹുവിന് വേണ്ടി സുബ്ഹി നിസ്കരിച്ചാൽ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ ജാമ്യത്തിലാണ്, അള്ളാഹിന്റെ ഉത്തരവാദിത്വത്തിലാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ ബുദ്ധിമുട്ടാക്കാൻ പോകരുത്. ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങളിൽ കൊലപാതകികളായ ഒരുപാട് ഭരണാധികാരികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. കൊല നടത്തിയവർ, നിരപരാധികളെ കൊന്ന ആളുകൾ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്നവരെ സംബന്ധിച്ചൊക്കെ അങ്ങനെ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. കഫാ ബിഹി ളാലിമ. ഇമാം ശാഫിഈ തങ്ങൾ കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ്. ളാലിം എന്ന് പറയാൻ, അക്രമി എന്ന് പറയാൻ ഹജ്ജാജ് ഇബ്നു യൂസുഫ് തന്നെ ധാരാളമാണ്. അങ്ങനത്തെ ആളുകളൊക്കെ കൊല ചെയ്യുമ്പോൾ പോലും ചോദിക്കുന്ന സല്ലൈതൽ ഫജ്റ ഫീ ജമാഅ, ഇന്നത്തെ സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ച ആളാണോ? പോ എന്ന് പറയുന്നു. എന്നെ ഞാൻ കൊല്ലൂല. നോക്കണം, കൊലപാതകയാണെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു നന്മ കിടപ്പുണ്ട്. പേടിയായിരുന്നു നാം. അപ്പോ അല്ലാഹു തആല എടുത്തു പറയാണ്, ഇതൊരു ഗൗരവമുള്ള ഒരു നമ്മൾ ചിന്തിക്കേണ്ട, ഞാനും നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അല്ലാഹു തആല അതനുസരിച്ച് അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. രാത്രി ചുരുങ്ങിക്കഴിയുമ്പോൾ നമ്മൾ പറയും ഉറങ്ങാൻ നേരമില്ലല്ലോ, അങ്ങനെ സുബഹി പോവാണ്, രാത്രി കുറച്ചല്ലേ ഉള്ളൂ, എന്താ ഇപ്പൊ 4 മണിക്കൂറൊക്കെയല്ലേ രാത്രി ഉള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ രാത്രി ദീർഘമാണ്. രാത്രി ദീർഘമാകുമ്പോ തണുപ്പോണ്ട് എഴുന്നേൽക്കാൻ പറ്റണ്ടേ? ഇത് രണ്ടും അല്ലാത്തൊരു സമയം കിട്ടുമോ? ചൂടും തണുപ്പാകുമ്പോൾ രാത്രിയുടെയും ഡേ ടൈമിൽ അതിന്റെ ലെങ്ത്, സമയത്തിന് വ്യത്യാസം വരും. അതൊന്നും മുഅ്മിനായ മനുഷ്യൻ എന്തല്ല, ഒരു കാരണമല്ല. അതുകൊണ്ട് ബിൽ ഗുദുവി, രാവിലത്തെ ഒരു നിസ്കാരത്തെ അല്ലാഹു വേറിട്ട് പറയാൻ, അവര് സുബഹിക്കെത്തുന്നവരാണ്, അവര് സുബഹി നിസ്കരിക്കുന്നവരാണ്. വൽ ആസ്വാൽ, മറ്റ് നിസ്കാരങ്ങൾക്കും അവരെത്തും, അവർക്കൊന്നും തടസ്സമല്ല. റിജാലു